ഹലോ അസ്സലാം വലൈക്കും. നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. അത് നമ്മൾ ഒരു കിക്കറ്റ് ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. വേറെ കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് ബൊക്കെ ഐറ്റം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ആരെങ്കിലും ഒരാൾ ഓർഡർ തരണേന്നുള്ളത്. അങ്ങനെ ഫൈനലി നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിക്കറ്റൊക്കെ അതാ അങ്ങനെ ആ ഒരു സ്റ്റിക്കുമ്പോ വെച്ചെങ്ങാണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. തെർമോക്കോളുമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റത്തേക്ക് പോണത്. ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതുമ്മ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു ഓർഡർ ഏറ്റെടുത്തത്. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ആന്ന് പറയും ചെയ്തു കേട്ടോ. കാരണം നമ്മളില്ല എന്നുള്ളത് നമ്മൾ എന്തായാലും പറയില്ലല്ലോ. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അറിയോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഞാനൊരു 1.5 മണിക്കൂറോളം ഞാൻ ഈ ഒരു ഐറ്റത്തുമ്മ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു മൊത്തം ഷീറ്റ് വേണ്ടി ഞാൻ വെച്ച് നോക്കി, പക്ഷെ എന്തോ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തിയില്ല. പിന്നെ അത് കട്ട് ചെയ്തെങ്ങാണ്ട് പകുതി വെച്ച് നോക്കി, പിന്നെ പകുതിമന്ന് കട്ട് ചെയ്ത് അതിന് പകുതി വെച്ച് നോക്കി. അങ്ങനെ വെക്കലും ഉടുക്കലും സ്ലാഷിന്റെ പൊട്ടിക്കലും വെക്കലും ഒക്കെ പാടായിങ്ങാണ്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം മെനക്കെട്ട് അവസാനം ഫൈനലി നമ്മുടെ ആ ബൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം അതിനൊന്ന് നോക്കി നിന്നുട്ടോ. കാരണം എന്റെ 1.5 മണിക്കൂറത്തെ കഠിന പരിശ്രമമായിരുന്നു കേട്ടോ അത്. ഞാൻ ഏതായാലും കുറച്ച് സമയം എണീറ്റ് നിന്നോ എന്നൊരു സംശയം പൊക്കി പറയാന്ന് തോന്നരുത് കേട്ടോ. കാരണം അത്രക്ക് ഭംഗി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തന്നെ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് പാർട്ടോടെ അവസാനിക്കാണ്. തേർഡ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രയും നേരം നിന്ന് തള്ളിയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് ഈ ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്